പാർവതി തന്റെ മരുമകളായ സോനത്തിനെ കാത്ത് കയ്യിൽ താലപ്പൊലിയുമായി നിന്നു. മരുമകളെ ആരതി ഒഴിഞ്ഞ് പാർവതി പറഞ്ഞു, സോനം മോളെ, നിന്റെ കാലുകൊണ്ട് കലം ചവിട്ടി കേറി വാ. സോനം കലം ചവിട്ടി അകത്തേക്ക് കയറി. ആ വീട് കണ്ട് സോനം പറഞ്ഞു, സൂരജ്, നിന്റെ വീട് എന്ത് ചെറുതാണ്. അയ്യോ, നീ എന്താ ഭർത്താവിന്റെ പേര് വിളിക്കുന്നത്? ഞങ്ങൾ ഭർത്താവിന്റെ പേര് വിളിക്കില്ല. ആണോ? അപ്പോൾ അച്ഛനെ എങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്? ഞാൻ സൂരജിന്റെ അച്ഛനെന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ അമ്മേ, എനിക്കിവനെ ബഡ്ഡിയുടെ അച്ഛനെന്ന് വിളിക്കാൻ എനിക്ക് നാണം വരുന്നു. നിങ്ങളുടെയൊക്കെ ഒരു കാര്യം. നീ ഇവനെ അതേ ഇതേന്നൊക്കെ വിളിച്ചോ. ശരി, മുറിയിൽ പോയി രണ്ടുപേരും ഫ്രഷായിട്ട് വാ. നാളെ നിന്റെ കൈകൊണ്ട് പ്രസാദമുണ്ടാക്കാനുള്ളതെന്ന് നീ മറക്കരുത്. നമുക്ക് കുലദൈവത്തിനു പൂജയും നൽകണം. അടുത്ത ദിവസം സോനം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. തന്റെ ആദ്യത്തെ പാചകത്തിനായി അടുക്കളയിലേക്കും പോയി. അവൾ ആദ്യ ദിവസം തന്നെ എല്ലാവർക്കും ഹൽവയുണ്ടാക്കി. അങ്ങനെ കുലദൈവത്തിന്റെ അമ്പലത്തിൽ പോയി പ്രസാദവും കൊടുത്തു. അങ്ങനെ കുറച്ചുനാൾ കടന്നുപോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ സോനത്തിന് വീട്ടിലെ അവസ്ഥ മനസ്സിലായി തുടങ്ങി. ഒരിക്കൽ, നോക്കൂ, വീട്ടിലെ എല്ലാ പച്ചക്കറികളും തീർത്തുപോയി. കുറച്ച് പണം തന്നില്ലെങ്കിൽ വൈകുന്നേരം വീട്ടിലുണ്ടാക്കാൻ ഒരു സാധനവുമില്ല. വെറും ഉപ്പും അച്ചാറും വെച്ച് റൊട്ടി തിന്നേണ്ടി വരും. ഭക്ഷണത്തിന് എവിടെ പോകാനാ? മുതലാളി ഇതുവരെ ശമ്പളം തന്നില്ല. ശരി, ഞാൻ പോകുക. ജോലിക്ക് കയറാൻ സമയമായി. സൂരജ് ഒരു ഫാക്ടറിയിൽ ഗാർഡായി വർക്ക് ചെയ്തു. അവന്റെ ശമ്പളം കുറവായിരുന്നതുകൊണ്ട് ചിലവിനൊന്നും ഇല്ലായിരുന്നു. ദൈവമേ, 50 രൂപയുടെ വഴുതനങ്ങയോ? അയ്യോ, അത്രയൊന്നും എനിക്ക് വേണ്ട. ഈ ഉരുളക്കിഴങ്ങിന് എത്രയാ? ഉരുളക്കിഴങ്ങിന് 60 കിലോയ്ക്ക്. എല്ലാത്തിനും എന്താ വില? എല്ലാ പൈസയും പച്ചക്കറിക്ക് കൊടുത്താൽ അരി എങ്ങനെ വാങ്ങും? പെട്ടെന്ന് സോനത്തിന്റെ ചെവിയിൽ 10 രൂപ അച്ചാറെന്ന് കേട്ടു. 10 രൂപയ്ക്ക് അച്ചാർ? ഇന്ന് ഇത് വാങ്ങിക്കൊണ്ടു പോകാം. എന്തെങ്കിലുമൊക്കെ ആകുമല്ലോ. അന്നവൾ അച്ചാറുമായി വീട്ടിലേക്ക് പോയി. അതുകൊണ്ട് എല്ലാവരും റൊട്ടിയും കഴിച്ചു. എന്നാൽ അടുത്ത കുറേ ദിവസങ്ങളായി വീട്ടിൽ ഇങ്ങനെ തന്നെ സംഭവിച്ചു. മോളെ, ദിവസവും ഈ അച്ചാറും റൊട്ടിയും കഴിച്ചിട്ട് വയ്യ. വീട്ടിൽ പച്ചക്കറി ഒന്നുമില്ലേ? അമ്മയ്ക്കറിയാമല്ലോ ചേട്ടന്റെ വരുമാനം എത്രയാണെന്ന്. ചന്തയിൽ പച്ചക്കറിക്കൊക്കെ എന്താ വില? ചേച്ചി പറഞ്ഞത് ശരിയാ, ഉള്ളത് വെച്ച് കഴിക്കാം. എനിക്കൊന്നും വേണ്ട ഈ പച്ചക്കറി ഇല്ലാത്ത ഭക്ഷണം. ബഡ്ഡി, ഓ ബഡ്ഡി, ഇവിടേക്ക് വാ. അടുത്തുള്ള കമലയോട് പറ ഈ പാത്രത്തിൽ കുറച്ച് കറി തരാൻ. 8 വയസ്സുള്ള ബഡ്ഡി അപ്പോൾ പാത്രവുമെടുത്ത് അടുത്തുള്ള കമലമുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി. ഹാ, പറ ബഡ്ഡി, ഈ പാത്രം കൊണ്ടെന്തിനാ വന്നത്? മുത്തശ്ശി കുറച്ച് കറി ചോദിച്ചു. കമല അപ്പോൾ മനസ്സിൽ ചിന്തിച്ചു, ഇന്നിവർക്ക് കറി കൊടുത്തുവിട്ടാൽ വീണ്ടും പാത്രം കൊണ്ട് കറി ചോദിച്ചു വരും. ഒരു കാര്യം ചെയ്യാം, ഇന്നലത്തെ ബാക്കി പച്ചക്കറിയുണ്ട്, അത് കൊടുത്തുവിടാം. കമല ബഡ്ഡിക്ക് പഴയ പച്ചക്കറികൾ കൊടുത്തുവിട്ടു. അത് അവരെല്ലാവരും കഴിച്ചു. വൈകുന്നേരം അവൾ ചന്തയിൽ പോയി 10 രൂപയ്ക്ക് കുറച്ച് പച്ചക്കറികൾ വാങ്ങി. എന്നാൽ അതുകൊണ്ട് കുറച്ച് കറിയേ ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ. അത് അമ്മായിയമ്മയ്ക്ക് മാത്രമേ തികഞ്ഞുള്ളൂ. ഒരിക്കൽ, എന്നും പച്ചക്കറികൾ കടയിൽ നിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ്. അതൊക്കെ എന്റെ ഗ്രാമത്തിൽ. അവിടെ പാടത്തുനിന്ന് വാങ്ങിയാൽ എന്ത് ലാഭമാ? കുറച്ച് പച്ചക്കറി മുറ്റത്ത് വളർത്തിയിരുന്നെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കിട്ടുമായിരുന്നു. എന്നാൽ ഇവിടെ അത്രയും സ്ഥലമില്ല അങ്ങനെ ചെയ്യാൻ. നഗരത്തിൽ ഒരിടത്തും സ്ഥലം കിട്ടില്ലല്ലോ, പച്ചക്കറിയും വളരില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുമത്? അതിനുശേഷം സോനം വീട്ടിലെ പണികളെല്ലാം ചെയ്തു. എന്നാൽ അപ്പോഴും അവളുടെ മനസ്സിൽ ഇത് തന്നെ ചിന്തിച്ചു. അവൾ വൈകുന്നേരം തുണിയെടുക്കാൻ പോയി. അപ്പോൾ കാലിയായി കിടക്കുന്ന ടെറസ് കണ്ട് അവൾ ചിന്തിച്ചു, ഞാൻ എന്തൊരു മന്ദബുദ്ധിയാ! ഇത്രയും വലിയ ടെറസ് ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഇവിടെ പച്ചക്കറി വളർത്തിക്കൂടാ? എന്നാൽ കുറച്ച് കഷ്ടപ്പെടണം. സോനത്തിന്റെ മനസ്സിൽ ഉത്സാഹം തോന്നിത്തുടങ്ങി. അവൾ അന്ന് തന്നെ അവിടെല്ലാം മണ്ണിട്ട് അതിൽ വിത്തുകളിട്ട് പച്ചക്കറി വളർത്താൻ തുടങ്ങി. പിന്നെ അതവൾ നന്നായി പരിപാലിക്കാനും തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ പച്ചക്കറികൾ നന്നായി വളർന്നു. ഇത് കണ്ട് സോനത്തിന് വളരെ സന്തോഷമായി. അമ്മേ, കറി നന്നായിട്ടുണ്ട്, നല്ല രുചി. സത്യമായിട്ടും കൊള്ളാം, ഇതിന് നല്ല രുചിയുണ്ട്. നമ്മൾ വളർത്തുന്ന പച്ചക്കറിക്ക് രുചി വേറെ തന്നെയാ. ഇത് എന്റെ മരുമകളുടെ അധ്വാനമാണ്. നഗരമായിരുന്നിട്ടും അവൾ നല്ലതുപോലെ പച്ചക്കറി വിളവെടുത്തു. മോളെ, എനിക്ക് കുറച്ചുകൂടി കറിതാ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിന്റെ ഗ്രാമത്തിലെ പച്ചക്കറികൾ കഴിക്കുന്നത് പോലെ തോന്നുന്നു. ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് പച്ചക്കറികൾ വരുന്നതുകൊണ്ട് അത് പഴകി കേടാകും. അതിന് ഒരു സ്വാദും കാണില്ല. നീ അവിടെ അധ്വാനിച്ച് ഞങ്ങൾക്കിപ്പോൾ നീ നല്ല പച്ചക്കറികൾ തരുന്നു. നിന്നെ പ്രശംസിക്കാതിരിക്കാൻ വയ്യ. സോനത്തിനും അവൾ നട്ടുവളർത്തുന്നത് ഇഷ്ടമായിരുന്നു. അവൾ ഒഴിവു സമയങ്ങളിൽ അത് പരിപാലിക്കാനും തുടങ്ങി. ഒരു ദിവസം, നീ നന്നായി അധ്വാനിക്കുന്നുണ്ട് സോനം. ഇന്ന് നീ കാരണം നമുക്ക് പച്ചക്കറിയുടെ പൈസ ലാഭമുണ്ട്. പിന്നെ നമുക്ക് നല്ല പച്ചക്കറിയും കഴിക്കാൻ കിട്ടുന്നുണ്ട്.
അപ്പോൾ അവിടേക്ക് കമല വന്നു. അതെ മോളെ, എന്റെ വീട്ടിലെ പച്ചക്കറികളെല്ലാം തീർന്നു. ചന്തയിൽ പോകാൻ ആരുമില്ല. മോള് പോയി ടെറസിൽ നിന്നും കുറച്ച് പച്ചക്കറികൾ കൊണ്ടുവാ. എങ്ങനെ, നീ അന്ന് തന്നതുപോലെ പഴകിയ പച്ചക്കറികളോ? മോളെ, ഇവിടെയും കുറച്ച് പഴകിയ പച്ചക്കറികളില്ലേ? അത് കമലയ്ക്കങ്ങ് കൊടുത്തേക്ക്. നീ അന്ന് ചെയ്ത കാര്യത്തിൽ എന്റെ മനസ്സ് നന്നായി വിഷമിച്ചിരുന്നു. പാർവതി, എന്നോട് ക്ഷമിക്ക്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല അമ്മേ, അമ്മ ഇരിക്കെ, ഞാൻ പോയി വഴുതനങ്ങ കൊണ്ടുവരാം. സോനം ടെറസിൽ പോയി അവർക്ക് വഴുതനങ്ങ പറിച്ചു കൊടുത്തു. അവൾ അടുത്ത ദിവസവും സോനത്തിന്റെ വീട്ടിലേക്ക് വന്നു. സോനം മോളെ, ഇത്രയും നല്ല പച്ചക്കറി ഞാൻ നഗരത്തിൽ കഴിച്ചിട്ടേയില്ല. എന്ത് സ്വാദാണതിന്. മോൾ ഇന്നും കൂടെ കുറച്ച് പച്ചക്കറികൾ എനിക്ക് തന്നേ പറ്റൂ. അതിനു പകരം ഞാൻ പൈസ തരാം. വേണ്ട വേണ്ടമ്മേ, കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ തരാം. സോനം ടെറസിൽ നിന്ന് പച്ചക്കറികൾ കൊണ്ടു കൊടുത്തു. അതിനു പകരം കമല അവൾക്ക് പൈസയും കൊടുത്തു. വൈക്ക് മോളെ, ഇത് നിന്റെ അധ്വാനത്തിൻ്റെതാ. നമ്മൾ ചന്തയിൽ പോയി പച്ചക്കറി വാങ്ങുമ്പോൾ അവിടെയും പൈസ കൊടുക്കണ്ടേ? പിന്നെ എനിക്ക് തോന്നിയ കാര്യമാണ്, നിനക്കിത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് പൈസ ഉണ്ടാക്കിക്കൂടെ? ആദ്യമായി മറ്റൊരാളുടെ പ്രശംസ കേട്ട് സോനത്തിന് വളരെ സന്തോഷമായി. അതവൾ ഒരു തൊഴിലാക്കാനും ചിന്തിച്ചു തുടങ്ങി. അവൾ വീടിനു വെളിയിൽ ജൈവ പച്ചക്കറി എന്ന ബോർഡും വച്ചു. ആർക്കൊക്കെ ജൈവ പച്ചക്കറികൾ വേണ്ടി വന്നോ അവളുടെ വീട്ടിൽ വന്ന് അവളുടെ ടെറസിൽ നിന്നും പച്ചക്കറികൾ വാങ്ങി. സോനം, എനിക്ക് 2 കിലോ വഴുതനങ്ങ, 1 കിലോ ഉരുളക്കിഴങ്ങും വെണ്ടക്കയും താ. ശരി ശരി, ഇപ്പോൾ തന്നെ തരാം. സോനം, നീ കാരണം ഞങ്ങൾക്കിപ്പോൾ നല്ല പച്ചക്കറികൾ കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇതാ 300 രൂപ. ഇപ്പോൾ അവളുടെ ജീവിതശൈലി തന്നെ മാറി. കാരണം അവർ പച്ചക്കറി കഴിക്കുന്നതിനോടൊപ്പം പച്ചക്കറിയിൽ നിന്ന് വരുമാനവും കണ്ടെത്തി. ഇപ്പോൾ വീട്ടുചിലവ് നടന്നു പോകുന്നത് പച്ചക്കറികൾ വിറ്റായിരുന്നു. ഇപ്പോൾ സൂരജിന്റെ ശമ്പളവും ഒരു പ്രശ്നമായി മാറിയില്ല. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചു. ആ, നോക്ക്, നിനക്ക് എന്താ ഓർഡർ ചെയ്യേണ്ടത്? ഒന്നും വേണ്ട, ഞാൻ എന്നത്തെയും പോലെ ടിഫിൻ കൊണ്ടുവന്നിട്ടുണ്ട്. നോക്ക്, നിനക്കും നീ ഒന്നും വാങ്ങിക്കണ്ട. ഞാൻ നിനക്കും എന്റെ കൈകൊണ്ട് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ, കൊള്ളാമല്ലോ. എന്നാൽ താ. അപ്പോൾ സിയ ബാഗിൽ നിന്നും വലിയൊരു ടിഫിൻ ബോക്സ് വെളിയിലെടുത്തു. വിശാൽ ഉടനെ തന്നെ അത് തുറന്നു. ആ, സിയെ, ഇതൊക്കെ എന്താണിത്? ഇത് പാലക്കിന്റെ സൂപ്പും പടവലങ്ങ കറിയുമാ. മസാലയും വളരെ കുറവാ. ഇത് ചീരയുടെ സാലഡ്. ഇതിന്റെ കൂടെ കഴിക്കാൻ മൾട്ടിഗ്രെയിൻ ആട്ടയുടെ റൊട്ടിയുമാ. തുടങ്ങിക്കോ. ഹാ, കഴിക്കാം. തോന്നുന്നു പച്ച നിന്റെ ഫേവറേറ്റ് കളറാണെന്ന്. അല്ലല്ലോ, എന്തിനാ അങ്ങനെ ചോദിച്ചത്? നോക്ക്, ഇതെല്ലാം പച്ചയാ. സൂപ്പ്, കറി, സലാഡ്, പിന്നെ ഈ റൊട്ടിയും, അതും പച്ച കളറിലാ, കണ്ടോ? അതെ അതെ, അതായത് സൂപ്പുണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് പാലക് ബാക്കി വന്നു. ഞാനതങ്ങ് റൊട്ടി മാവിന്റെ കൂടെ ചേർത്തു. ഇത് കുറച്ചുകൂടെ ഹെൽത്തി അല്ലേ? എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? കഴിക്ക്. സിയയെ സമാധാനിപ്പിക്കാൻ വേണ്ടി വിശാൽ ടിഫിൻ ബോക്സിൽ നിന്നും കുറച്ചു കഴിച്ചു. കൊള്ളാം കൊള്ളാം. സിയെ, എനിക്കിപ്പോഴാ ഓർമ്മ വന്നത്. എനിക്ക് വീട്ടിൽ വേഗം എത്തണം. കുറച്ച് പണിയുണ്ട്. ഞാൻ പൊയ്ക്കോട്ടെ? ആദ്യം നീ ഭക്ഷണം കഴിക്ക്. ഹാ, ഞാൻ കഴിക്കാം. ഞാൻ കഴിച്ചതാ. സത്യമായിട്ടും ലേറ്റ് ആകുന്നു, അതുകൊണ്ടാ, സോറി. കുഴപ്പമില്ല, നീ പൊയ്ക്കോ. നാളെയും നമുക്ക് കാണാം. ചേട്ടാ, പെട്ടെന്ന് വേണേ, ഒരു പേസ്ട്രി എടുക്ക്. പിന്നെ നല്ല ചൂട് ചായയും നല്ല ക്രീമൊക്കെ ഇട്ട്. എന്താണ്, നിങ്ങൾ വേർപിരിഞ്ഞോ? ഇപ്പോൾ സിയയുടെ കൂടെ ഇരുന്ന് ടിഫിൻ കഴിക്കുന്നത് കണ്ടു. പിന്നെ ഇവിടെ വന്ന് പേസ്ട്രിയും ചായയും. എന്തു പറയാനാ, ഒരു പച്ചക്കറി കട തന്നെ കൊണ്ടുവന്നാൽ എന്തു ചെയ്യും? അവൾ വിഷമിക്കരുതല്ലോ, അതുകൊണ്ടാ കുറച്ചെങ്കിലും കഴിച്ചത്. സൂപ്പും സലാഡും പച്ചക്കറി കറിയും. നീ പറ, ഇതൊക്കെ ഞാൻ കഴിക്കണോ? പക്ഷേ ഒരു കാര്യം പറ, ഇപ്പോൾ ഇത്രയും പ്രശ്നമാണെങ്കിൽ പിന്നെ അങ്ങോട്ട് എന്തു ചെയ്യും? ഞാൻ പറഞ്ഞു വരുന്നത്, കല്യാണം കഴിഞ്ഞാലും നീ ഇത് തന്നെയല്ലേ കഴിക്കേണ്ടത്. നീ സിയെ സീരിയസ് ആയിട്ട് തന്നെ പ്രേമിക്കുമല്ലേ? അതൊക്കെ ശരിയാ, എനിക്കവളെ ഇഷ്ടമാണ്. കല്യാണവും അവളുടെ കൂടെ തന്നെ. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം, എനിക്കെന്റെ അമ്മയിൽ നല്ല വിശ്വാസമുണ്ട്. അമ്മ എല്ലാം പഠിപ്പിച്ചോളും, വിഷമിക്കേണ്ട കാര്യമില്ല. കോളേജ് കഴിഞ്ഞപ്പോൾ വിശാലിന് നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടിയിരുന്നു. അവനപ്പോൾ സിയയെക്കുറിച്ച് വീട്ടിലും സംസാരിച്ചു. അങ്ങനെ മാസങ്ങൾക്കു ശേഷം വിശാലിന്റെയും സിയയുടെയും കല്യാണം കഴിഞ്ഞു. അതിനുശേഷമാണ് കഥയുടെ രസം തന്നെ തുടങ്ങുന്നത്. മോളെ, ഇന്ന് ഭക്ഷണം കഴിക്കാൻ എന്റെ കുറച്ച് കൂട്ടുകാരികൾ വരുന്നുണ്ട്. മോൾ ഗ്രീൻ പീസ് പനീർ, ഡാളും പിന്നെ പച്ചക്കറി കറിയും ഉണ്ടാക്ക്. കൂടെ തൈര് കൊണ്ടുള്ള സാലഡും ഉണ്ടാക്ക്. അതിന്റെ കൂടെ തന്നെ കുറച്ച് പപ്പടവും പൊള്ളിച്ചോ. പിന്നെ പുലാവും കൂടി ഉണ്ടാക്ക്, കേട്ടോ? കൂടെ മധുരത്തിന് അരി കൊണ്ടുള്ള പായസം കൂടി ഉണ്ടാക്കിക്കോ. എല്ലാവർക്കും നല്ല തണുത്ത പായസം കൊടുക്കാം. ശരി അമ്മേ. ഇത് കേട്ട് പേടിക്കണ്ട മോളെ, വിഷമിക്കണ്ട. അടുക്കളയിൽ നീ ഒറ്റയ്ക്കായിരിക്കില്ല, പോരെ? 2 പേരും ചേർന്ന് ഉണ്ടാക്കാം ഇതൊക്കെ, കേട്ടോ? വേണ്ട അമ്മേ, അമ്മ വിശ്രമിച്ചോളൂ, ഞാനുണ്ടാക്കാം. ശരിക്കും നീ എല്ലാം ഒറ്റയ്ക്കുണ്ടാക്കുമോ?
ഹാ അമ്മേ, എനിക്ക് അടുക്കള പരിപാലിക്കാൻ നന്നായി അറിയാം. ഹാ, എന്നാൽ പൊയ്ക്കോ, അത് നല്ല കാര്യമല്ലേ. എന്നാൽ ഞാൻ അമ്പലത്തിൽ പോയി തിരിച്ചു വരാം. ഇത്രയും നല്ല മരുമകളെ ദൈവം എനിക്ക് തന്നില്ലേ, അപ്പോൾ പോയി കാണാതെ പറ്റില്ലല്ലോ. അമ്മായിയമ്മ പറയുന്നത് കേട്ട് സിയ ചിരിച്ചു. അവൾ അടുക്കളയിലേക്കും പോയി. 3 മണിക്കൂറായി സിയ അടുക്കളയിൽ തന്നെയാണ്. പിന്നെ കഴിക്കാനിരിക്കുന്ന മേശയ്ക്ക് മുമ്പിൽ ഞാൻ വേറെ എന്ത് പറയാനാ? മഷിയിട്ട് നോക്കിയാൽ പോലും ഇപ്പോൾ ഇങ്ങനത്തെ മരുമകളെ കിട്ടാൻ പാടാ. ഇന്നത്തെ മുഴുവൻ ഭക്ഷണവും അവൾ തന്നെയാ ഉണ്ടാക്കുന്നത്. ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് വിശ്രമിക്കാനാ പറഞ്ഞത്. ഇനി പറ, ഈ കലിയുഗത്തിൽ ഇങ്ങനെയൊരു മരുമകളെ കിട്ടുമോ? വാ കാവേരി, നിന്നോട് വളരെ അസൂയ തോന്നുന്നു. മോളോട് വരാൻ പറ, ഞങ്ങളൊന്ന് കാണട്ടെ. ആ, ഞാൻ ഇപ്പോൾ തന്നെ വിളിക്കാം. മോളെ, സിയാമോളെ, ഞാൻ എന്തെങ്കിലും വന്ന് സഹായിക്കണോ? വേണ്ടമ്മേ, എല്ലാം റെഡിയായി, ഞാനിപ്പോൾ കൊണ്ടുവരാം. ഇതു പറഞ്ഞ് സിയ ഡൈനിങ് ടേബിളിൽ വലിയൊരു പാത്രം കൊണ്ടുവച്ചു. ഇത് കണ്ടപ്പോൾ അടുത്തിരുന്ന കാവേരിയുടെ കൂട്ടുകാരി പറഞ്ഞു, എന്താ കഴിക്കാൻ ഇത്രയേ ഉള്ളോ? അല്ല ആന്റി, ഇത് വെറും സ്റ്റാർട്ടറാ. ഞാൻ പാലക്കിന്റെ നല്ല ചൂടുള്ള സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പറഞ്ഞ് സിയ എല്ലാവരുടെ മുൻപിൽ പാലക്കിന്റെ സൂപ്പ് വെച്ചു. ഇത് കണ്ടപ്പോൾ അമ്മായിയമ്മയ്ക്ക് അവളോട് ദേഷ്യം വന്നു. പക്ഷേ ബാക്കി കൂട്ടുകാരൊക്കെ ആവേശത്തോടെ സൂപ്പ് കുടിക്കുന്നത് കണ്ട് മിണ്ടാതെയിരുന്നു. നല്ല സൂപ്പാണല്ലോ. അതെ അതെ, ബാക്കിയുള്ള ഭക്ഷണം കൂടി കൊണ്ടുവാ, അല്ലെങ്കിൽ സൂപ്പ് കുടിച്ച് വയറ് നിറയ്ക്കും. ശരിയമ്മേ, ഇപ്പോൾ കൊണ്ടുവരാം. സിയ വേഗം അടുക്കളയിലേക്ക് പോയി ബാക്കിയുള്ള സാധനങ്ങളും എടുത്തുകൊണ്ടുവന്നു. അവൾ ഭക്ഷണമുള്ള പാത്രം കൊണ്ടുവച്ചപ്പോൾ ആ ഭക്ഷണം കണ്ട് കാവേരി ചോദിച്ചു, മോളെ, ഇതെന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ചൂട് ഇഡ്ലിയും സാമ്പാറും, തൊട്ടു കഴിക്കാൻ തേങ്ങാ ചട്നിയും. ഞാനിത് ആദ്യമായിട്ടാ കഴിക്കുന്നത്. ഇതാണല്ലേ സാമ്പാർ? നീ ഇതിൽ എല്ലാ പച്ചക്കറിയും അരിഞ്ഞിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. അതെ, അതുകൊണ്ടാണിത് എത്രയും ഹെൽത്തി. കുറച്ച് എണ്ണയും കൂടുതൽ ന്യൂട്രീഷനും. പിന്നെ ഇതിന്റെ കൂടെ ഇലക്കറിയും ചട്നിയും. സിയ തന്റെ ഭക്ഷണത്തെക്കുറിച്ചോർത്ത് സന്തോഷിച്ചപ്പോൾ മറുവശത്ത് കാവേരിക്ക് തല പുകഞ്ഞു. അവർ പറഞ്ഞ ഒരു കറിയും സിയ ഉണ്ടാക്കിയില്ല. എന്നാൽ കൂട്ടുകാരികളുടെ മുൻപിൽ സിയയെ അവർ ഒന്നും പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ, ആ പൊയ്ക്കോ, പോയി ഫ്രിഡ്ജിൽ നിന്നും പായസം കൊണ്ടുവാ. ഇപ്പോൾ തന്നെ കൊണ്ടുവരാം മമ്മി. ഞാൻ പറഞ്ഞത് ഒന്നെങ്കിലും അവൾ ഉണ്ടാക്കിയല്ലോ. സിയ കുറച്ചു കഴിഞ്ഞപ്പോൾ നെയ്യ് കൊണ്ടുള്ള പായസം ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ ആ പായസം കണ്ടപ്പോൾ ഇത്തവണ കാവേരിക്ക് അടങ്ങിയിരിക്കാനേ പറ്റിയില്ല. അവർ ദേഷ്യത്തോടെ സിയയെ നോക്കി പറഞ്ഞു, ഇതെന്താ മോളെ ഇത്? പായസം എന്താ പച്ച നിറത്തിൽ? ഇത് ഇലക്കറി കൊണ്ടുള്ള പായസമാണമ്മേ. ഞാനിത് തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കിയത്. അതും കൂടാതെ ഞാനിത് പഞ്ചസാരയ്ക്ക് പകരം മധുരമുള്ള ഈന്തപ്പഴമാ ചേർത്തത്. മോള് അടുക്കളയിലോട്ടൊന്ന് വന്നേ, നിനക്ക് കുറച്ച് പണിയുണ്ട്. ഇത് പറഞ്ഞ് കാവേരി അടുക്കളയിലേക്ക് പോയി. അതിന്റെ പുറകെ സിയയും അടുക്കളയിലേക്ക് തന്നെ പോയി. ഇതൊക്കെ എന്താ മോളെ? നീ അവരുടെ മുൻപിൽ എന്നെ നാണം കെടുത്തുമല്ലേ? നീ ഉണ്ടാക്കി വെച്ചതൊക്കെ ഭക്ഷണമാണോ? നിനക്ക് പറ്റില്ലെങ്കിൽ എന്നോട് പറഞ്ഞാ പോരായിരുന്നു, ഞാൻ ഉണ്ടാക്കുമായിരുന്നല്ലോ. അല്ലെങ്കിൽ പുറത്തു നിന്നും വാങ്ങിയേനെ. ഇപ്പോൾ പറ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ഇന്ന് ചെയ്തിരിക്കുന്നത്? ഞാൻ അത്രയും പറഞ്ഞിട്ട് നീ മിണ്ടാതെ എല്ലാം കേട്ടു പോയില്ലേ? കാവേരി സിയയെ വഴക്കു പറഞ്ഞു. സിയയും ഒന്നും മിണ്ടാതെ അതെല്ലാം കേട്ടു നിന്നു. അപ്പോൾ ഹാളിൽ നിന്നും ശബ്ദം വന്നു, കാവേരി, നീ ഒന്നിങ്ങോട്ട് വന്നേ. ഹാ, ദാ വരുന്നു. കാവേരി ദേഷ്യത്തോടെ സിയയെ നോക്കി. പിന്നെ നല്ല ശബ്ദത്തിൽ അടുക്കളയിൽ നിന്നും പുറത്തുപോയി. ഇന്നത്തേക്ക് ക്ഷമിക്കണേ, എന്തു ചെയ്യാനാ? മോൾക്ക് ഇതിനെക്കുറിച്ച് ഐഡിയയൊന്നുമില്ല. അടുത്ത വട്ടം വരുമ്പോഴേക്കും ഞാൻ എല്ലാം പാവത്തിനെ പഠിപ്പിച്ചോളാം. നീ എന്താ കാവേരി പറയുന്നത്? നിന്റെ മരുമകൾ ലക്ഷത്തിലൊന്നല്ല, കോടിയിലൊന്നാ. ഇന്നിവിടെ വരുന്നതിനു മുൻപ് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എന്തു ഭക്ഷണമാണെന്ന്. എന്റെ ഷുഗർ ലെവലും ഇപ്പോൾ കൂടുതലാ. എന്നാൽ സത്യമായിട്ടും നിന്റെ മരുമകൾ ആരോഗ്യവും സ്വാദുമുള്ള ഭക്ഷണം തന്ന് മനസ്സ് നിറച്ചു. അതേ, സത്യമായിട്ടും. മോൾക്ക് സമയം കിട്ടുമ്പോൾ വന്ന് എന്റെ മരുമകളെയും ഒന്ന് പഠിപ്പിക്ക്. കാവേരി, ഓ കാവേരി, എവിടെ പോയി നീ? എന്താ? അതെ അതെ, ശരിക്കും സത്യമായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഭക്ഷണം ഇഷ്ടപ്പെട്ടോ? അയ്യോ, വെറുതെ ഇഷ്ടമല്ല, ഒരുപാട് ഇഷ്ടമായി. ശരിക്കും കാവേരി, നീ ഒരുപാട് പുണ്യവതിയാണ് ഇങ്ങനത്തെ മരുമകളെ കിട്ടാൻ. ഞങ്ങൾ പോയിട്ട് വരാം, ബായ്. തന്റെ കൂട്ടുകാരികൾ പറയുന്നത് കേട്ട് കാവേരി ഞെട്ടി നിന്നു. അന്നു മുതൽ അടുക്കളയുടെ എല്ലാ ഉത്തരവാദിത്വവും കാവേരി സിയയെ ഏൽപ്പിച്ചു. അങ്ങനെ അതുപോലെ സിയ നല്ല ഉദ്ദേശത്തോടെ അമ്മായിയമ്മയുടെ ആരോഗ്യം മാത്രമല്ല നോക്കിയത്. പകരം അമ്മായിയമ്മ കഴിക്കുന്ന എണ്ണയും മസാലയും മാറ്റി അൺഹെൽത്തി ഭക്ഷണവും മാറ്റി പച്ചക്കറികൾ ഉൾപ്പെടുത്തി ഹെൽത്തി അടുക്കളയുമാക്കി മാറ്റി. ചാന്ദനിയുടെ ഭർത്താവ് ഉമേഷ് മുട്ട വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നു. അവന് ഒരുപാട് കോഴികൾ ഉണ്ടായിരുന്നു. ഒരുപാട് വലിയ മുട്ടകൾ കൊടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവന്റെ കടയിൽ മുട്ട വാങ്ങാൻ ഒരുപാട് പേർ വരുമായിരുന്നു. ഉമേഷിന്റെ മുട്ടക്കടയ്ക്കടുത്ത് തന്നെ ശേഖർ എന്നാളുടെ മുട്ടക്കടയും ഉണ്ടായിരുന്നു. പക്ഷെ ശേഖർ ആ മുട്ട പുറത്തു നിന്ന് വാങ്ങി വിൽക്കും. അതുകൊണ്ട് എല്ലാവരും ഉമേഷിന്റെ കയ്യിൽ നിന്ന് മുട്ടകൾ വാങ്ങിക്കൊണ്ടുപോകും.
ഉമേഷ് ചേട്ടാ, നിങ്ങളുടെ കോഴിമുട്ട കൊണ്ടാണ് ഞങ്ങളുടെ ടിഫിൻ തന്നെ. ഒരുപാട് രുചിയാണ്. നന്ദിയുണ്ട്. ഇതാ നിങ്ങളുടെ മുട്ട. നിങ്ങൾ നാളെ മുഴുവൻ ഇവിടെ ഇരുന്ന് ഈച്ച ഒടിച്ചു കൊണ്ടിരുന്നോ? ഉമേഷിന്റെ കട കണ്ടോ എത്ര വ്യാപാരമുണ്ടെന്ന്? എന്നാ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, കഴിക്ക്. എനിക്കെന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവന്റെ കച്ചവടത്തിന് കാരണം അവന്റെ കോഴികളാണ്. അത് എങ്ങനെയുള്ള കോഴിയാണെന്ന് മനസ്സിലാക്കണം. ശേഖർ രാത്രിയായതുമാരും അറിയാതെ ഉമേഷിന്റെ വീട്ടിലെ കോഴികളെയെല്ലാം തുറന്നു വിട്ടു. അടുത്ത ദിവസം വന്ന് നോക്കിയപ്പോൾ കോഴികളില്ലാത്തതുകൊണ്ട് ഉമേഷ് വളരെ സങ്കടപ്പെട്ടു. അയ്യോ ദൈവമേ, കോഴികളെല്ലാം എവിടെ പോയി? ഒന്നിനെയും കാണുന്നില്ല. അമ്മേ, ചാന്ദിനി, വേഗം വരൂ. ഇവിടെ വന്ന് നോക്കൂ. കോഴികളെല്ലാം എവിടെ പോയെന്ന് അറിയില്ലല്ലോ. ദൈവമേ, ഇങ്ങനെയൊക്കെ ആരാ ചെയ്തത്? എനിക്കെന്താ രാത്രി ഈ വീടിന്റെ വാതിലാരോ തുറന്നെന്നാ തോന്നുന്നേ. നിങ്ങളോട് ആർക്കെവിടെ അസൂയുണ്ടാകാ? ആരെങ്ങനെ ചെയ്തത്? എന്നോട് ഇത്രയും വിരോധമുള്ളവർ ആരാണ്? ഉമേഷ് വിഷമിച്ച് അവിടുന്ന് അവന്റെ കടയിലേക്ക് ചെന്നു. പക്ഷേ അപ്പൊ ശേഖരന്റെ കടയിലുണ്ടായിരുന്ന തിരക്ക് കണ്ട് ഉമേഷ് ഒരുപാട് ആശ്ചര്യപ്പെട്ടു. എന്ത് പറ്റി ഉമേഷ് ചേട്ടാ? ഇന്ന് കട തുറന്നില്ലേ? എന്താ ഇന്ന് കോഴി മുട്ടയിട്ടില്ലേ? എനിക്ക് മനസ്സിലായി. ഇതിനെല്ലാം കാരണം ഈ ശേഖറാണ്. ഇവനാണെന്ന് പറയാൻ കയ്യിൽ തെളിവില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ മൗനം പാലിക്കാം. ഉമേഷ് ദിവസം മുഴുവനും വിഷമത്തിലായിരുന്നു. അവനിപ്പോ കോഴികളില്ലാത്തതുകൊണ്ട് അവൻ ഇപ്പൊ ചെയ്യാൻ ഒരു പണിയുമില്ലായിരുന്നു. അപ്പുറത്തെ ശേഖർ അവന്റെ കടയിൽ മുട്ട വിറ്റ് സമ്പാദിച്ചു കൊണ്ടിരുന്നു. ഉമേഷ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് ചാന്ദിനിയും അവളുടെ അമ്മായിമ്മയും വിഷമിച്ചു. ഒരു ദിവസം ചാന്ദിനി അവളുടെ അമ്മായിമ്മ സുധിയോട് പറഞ്ഞു, അമ്മേ, എന്റെ കയ്യിൽ ഒരു സ്വർണ്ണമോതിരമില്ലേ? വരൂ, അത് വിറ്റ് നമുക്ക് കുറച്ച് കോഴികൾ എടുത്തിട്ട് വരാം. കോഴികൾ വീട്ടിൽ വന്നില്ലെങ്കിൽ അതുവരെ ഇദ്ദേഹം ഇങ്ങനെ തന്നെ വിഷമിച്ചിരിക്കും. നിന്നെപ്പോലെ മരുമകൾ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് സ്വർഗത്തിന്റെ സമമാണ്. ശരി മോളെ, നീ പറഞ്ഞതുപോലെ നമ്മൾ പോയി കോഴികളെ വാങ്ങാം. അമ്മേ, മാർക്കറ്റ് അടച്ചിട്ടുണ്ട്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ മാർക്കറ്റ് തുറക്കുള്ളൂ എന്ന്. ഇനി എന്താ ചെയ്യാ? ഒരാഴ്ച വരെ ഉമേഷ് എങ്ങനെ മിണ്ടാതിരിക്കും? എന്ത് ചെയ്യാനമ്മേ? ഒരാഴ്ച വരെ നമ്മൾ കാത്തിരുന്നേ തീരൂ. എന്റെ അടുത്ത് നിങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്. എനിക്കറിയാം നിങ്ങൾ എന്ത് കഷ്ടത്തിലാണിപ്പോ ഉള്ളത് എന്ന്. നിങ്ങളാരാ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഞങ്ങളുടെ കഷ്ടം എന്താണുള്ളത്? ഞാനൊരു മാജിക് വുമൺ. കഷ്ടപ്പെടുന്നവർക്ക് ഞാനൊരു സഹായം ചെയ്യും. അതെയോ? അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ കഷ്ടം മനസ്സിലാക്കി ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ? നിങ്ങൾ രണ്ടുപേരും പരസ്പര സ്നേഹത്തിലാണല്ലേ? ഇതുപോലെ ബന്ധം കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. എനിക്കറിയാം നിങ്ങൾ കോഴി വാങ്ങാനല്ലേ വന്നത്. മാർക്കറ്റ് അടച്ചിരിക്കുന്നത് കണ്ട് നിങ്ങൾ പോകാമെന്ന് തീരുമാനിച്ചു. ഞാൻ നിനക്ക് കുറച്ച് വിത്ത് തരാം. അത് നീ വയലിലിട്ടാൽ നിനക്ക് അതിൽ നിന്ന് മുട്ടകൾ കിട്ടും. അതിനുവേണ്ടി നീ കോഴി വളർത്തേണ്ട ആവശ്യവുമില്ല. എന്ത്? മുട്ടകൃഷിയോ? പക്ഷേ അതെങ്ങനെ നടക്കും? അതെന്ത് വിത്താ? അതിട്ട എങ്ങനെ മുട്ട വരും? ഇതാണ് വിത്തുകൾ. ഇത് നിന്റെ വീടിന്റെ മുറ്റത്തിട്. അത് കഴിഞ്ഞ ഈ വിത്തുകൾ അതിന്റെ മാജിക് കാണിക്കും. പക്ഷേ ഒന്ന് ഓർമ്മയിൽ വെച്ചോ, ഒരു ദിവസം 5 വിത്ത് മാത്രമേ നീ ഇടാവൂ. അല്ലെങ്കിൽ അത് തെറ്റാവും. വിഷമിക്കണ്ട, ഞാനിത് ഭദ്രമായി നോക്കാം. വീട്ടിൽ ചെന്ന് ചാന്ദിനിയും അമ്മായിയമ്മയും ഉമേഷിനോട് നടന്നതെല്ലാം പറഞ്ഞു. ആ മാജിക് വുമൻ പറഞ്ഞ പോലെ അവരുടെ വീട്ടുമുറ്റത്ത് 5 വിത്തുകൾ അവർ നട്ടുവെച്ചു. അമ്മേ, ചാന്ദിനി, നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മുട്ട എങ്ങനെ വിളയാനാണ്? ആ മന്ത്രവാദിനി പറഞ്ഞത് വിശ്വസിച്ചോ? നന്നായി കുഴിച്ചിടൂ. നിങ്ങളുടെ മണ്ടത്തരം നാളെ മനസ്സിലാകും. അടുത്ത ദിവസം ഉമേഷ് ഉറങ്ങി എഴുന്നേറ്റ് നോക്കിയതും വളരെ ഷോക്കായി. എന്താ ഞാൻ എന്തായി കാണുന്നത്? മുട്ട വിളഞ്ഞിരിക്കുന്നെന്നോ? മരത്തിൽ നിന്നും മുട്ട കിട്ടുന്നെന്നോ? ഞാൻ പറഞ്ഞില്ലേ, തീർച്ചയായും ദൈവം നമുക്ക് വഴി കാണിക്കുമെന്ന്. കണ്ടോ, 5 വിത്തുകൾ ഇട്ടതും ഇപ്പൊ 500 മുട്ടയുണ്ട്. ശരിക്കും ഇത് വളരെ അതിശയം തന്നെയാണ്. നമുക്കിനി വീട്ടുമുറ്റത്ത് ഈ മുട്ടകൃഷി തുടങ്ങാൻ തോന്നുന്നു. നീ നോക്കുമോനെ ഉമേഷ്, നീ ഒന്നിനും ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീടിന്റെ മുറ്റത്ത് തന്നെ നമ്മൾ മുട്ടകൾ വളർത്തുന്നു. അത് കഴിഞ്ഞ് നീ എടുത്തുകൊണ്ടുപോയി നിന്റെ കടയിൽ വെച്ച് വിൽക്കാം. ഇനി നിന്റെ പണി നന്നായി നടക്കും, നോക്കിക്കോ. അമ്മ പറഞ്ഞത് ശരിയാ. ഞാൻ വീണ്ടും ചന്തയിൽ മുട്ട വിൽക്കാൻ പോകുക. ഇതിനെല്ലാം കാരണം നിങ്ങൾ രണ്ടുപേരുമാണ്. ചാന്ദിനിയും അവളുടെ അമ്മായിമ്മയും ദിവസം രാത്രിയായാൽ 5 വിത്തുകൾ കുഴിച്ചിടും. രാവിലെ നോക്കുമ്പോൾ അതിൽ 500 മുട്ടകൾ കിട്ടും. ഉമേഷിന്റെ കച്ചവടം നന്നായി നടന്നു. അവൻ അവന്റെ കടയിൽ മാത്രം മുട്ടകൾ വിൽക്കാതെ പുറത്തുള്ള കടകളിലേക്കും അവൻ സപ്ലൈ ചെയ്തു. വീണ്ടും ഉമേഷിന്റെ കച്ചവടം നന്നായി നടക്കുന്നത് കണ്ട് ശേഖർ ഒരുപാട് അസൂയപ്പെട്ടു. അവൻ ആ കാര്യം അറിഞ്ഞതും അവൻ അവന്റെ ഭാര്യയോട് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും അവന്റെ വീട്ടിലേക്ക് പോകണം. ആ മാന്ത്രിക വിത്തും കൊണ്ടുവാ, മനസ്സിലായോ? നമുക്കും അതുകൊണ്ട് മുട്ട വ്യാപാരം കൂട്ടാം. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ ചായ കുടിക്കുന്ന പോലെ അവരുടെ വീട്ടിൽ ചെന്ന് ആ വിത്തുകൾ മോഷ്ടിച്ചിട്ട് വരാം. പിന്നെ നമുക്കും മുട്ട കൃഷി ചെയ്യാം.
ശേഖറിന്റെ ഭാര്യ വെറുതെ കാരണം പറഞ്ഞ് ഉമേഷിന്റെ വീട്ടിൽ ചെന്ന് സംസാരിച്ചു. പിന്നെ തക്ക സമയം നോക്കി ആ വിത്തുകൾ മോഷ്ടിച്ചിട്ട് വന്നു. കണ്ടോ, ഞാൻ നിങ്ങൾ പറഞ്ഞ വിത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കൂ. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഒരുപാട് വിത്തുകൾ നടൂ. എത്ര വിത്തുകൾ കുഴിച്ചിടുന്നോ അത്ര മുട്ട കിട്ടിയ വളരെ നല്ലതല്ലേ? ശേഖർ ഒരു കൈയളവ് വിത്തല്ല, ഏകദേശം 2 കൈയളവ് വിത്തുകൾ അവന്റെ മുറ്റത്ത് കുഴിച്ചിട്ടു. പിന്നെ അടുത്ത ദിവസം രാവിലെ ശേഖർ പിന്നെ അവന്റെ ഭാര്യ ഉറങ്ങി എഴുന്നേറ്റതും അവരത് കണ്ട് വളരെ പേടിച്ചു. അവരുടെ വീട് മൊത്തം ഇപ്പൊ മുട്ട മാത്രം. അവർ രണ്ടുപേരും ആ മുട്ടകൾക്കിടയിൽ പെട്ടുപോയി. അപ്പൊ പെട്ടെന്ന് ശേഖരന്റെ കടയിൽ പണിയെടുക്കുന്ന പണിക്കാരൻ ഇതെല്ലാം കണ്ടു. അയ്യോ, ആരെങ്കിലും പോയി ആ ഉമേഷിനെ കൂട്ടിക്കൊണ്ടുവരൂ. എന്താ ഇത്? അമ്മേ, ചാന്ദിനി, എന്താ ഇത്? ഇങ്ങനെ ഇവരെ വിട്ടാൽ മുട്ടയ്ക്കിടയിൽപ്പെട്ട് ഇവർ മരിച്ചു പോകുമല്ലോ. അപ്പൊ അവിടേക്ക് ആ മാജിക് വുമൺ വന്നു. നിങ്ങൾ രണ്ടുപേർക്കും ഈ കാര്യം അറിയില്ലല്ലേ? ഇവർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആ വിത്തുകൾ മോഷ്ടിച്ചത്. പക്ഷെ ഇവർക്കറിയില്ല അത്യാഗ്രഹം കാണിച്ചാൽ ഇങ്ങനെ സംഭവിക്കും. ഇവർ രണ്ടുപേര് ചെയ്തത് തെറ്റ്. അതിനുള്ള ശിക്ഷ ഞാൻ തീർച്ചയായും കൊടുക്കും. ഇല്ല ഇല്ല, വേണ്ട വേണ്ട, ദയവ് ചെയ്തങ്ങനെ ചെയ്യരുത്. അവരൊന്നും അറിയാത്തവരാ, ഞങ്ങളുടെ അടുത്ത വീട്ടുകാരും. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് കഷ്ടമാകും. ആ അതെ അതെ, ദയവ് ചെയ്തവരെ വിട്ടേക്കൂ. ഉമേഷ്, എന്നോട് ക്ഷമിക്ക്. ഞാനാ നിന്റെ എല്ലാ കോഴികളെയും മോഷ്ടിച്ചത്, നീ കച്ചവടം ചെയ്യാതിരിക്കാൻ വേണ്ടി. എന്നാൽ ഇന്ന് നീയാണ് ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചത്. ഞാനിന്ന് നിങ്ങൾ രണ്ടുപേരെയും വെറുതെ വിടാം. പക്ഷെ ഇനി ജീവിതത്തിൽ നിങ്ങൾ ആരെയെങ്കിലും കണ്ട് അസൂയപ്പെട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾ രണ്ടുപേരെയും പൂച്ചയായി മാറ്റി ഞാൻ എന്റെ അടുത്ത് അടച്ചു വെക്കും. നോക്കിക്കോ. അവർ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി അവർ രണ്ടുപേരും എല്ലാരോടും ക്ഷമ ചോദിച്ചു. ഇനി ഇങ്ങനെ തെറ്റ് ചെയ്യില്ലെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു. അന്നു മുതൽ വീണ്ടും ചാന്ദിനിയുടെ അമ്മായിമ്മയും മുട്ടകൃഷി ചെയ്യാൻ തുടങ്ങി. പിന്നെ ഉമേഷ് ആ മുട്ടകളെ മാർക്കറ്റിൽ വിറ്റ് നന്നായി പൈസ സമ്പാദിക്കാൻ തുടങ്ങി. Thanks for watching.